10x Properties, your trusted real estate partner in the region. You shouldn't have posted that. That's so cringe. എന്നൊക്കെ പറയുന്നിടത്ത് അപ്പൊ ഞാൻ പറയും 6-7 എന്ന് പറയും. അപ്പൊ തന്നെ പറയും ദൈവത്തെ ഓർത്ത് ഇതെവിടെ പോയി കാണിക്കാതെ എന്നെ നാണം കെടുത്തത്, യു ആർ എംബാരസിങ് മീ. അതൊരു 15 ദിവസം ഞങ്ങൾ നല്ലോണം വിഷമിച്ച ഒരു ദിവസമായിരുന്നു. കാരണം ഇങ്ങനെ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റില്ലേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് മുഖത്ത്. അപ്പൊ ഇങ്ങനെ കോടിയിരിക്കുകയാണല്ലോ, അപ്പൊ വെള്ളം കുടിക്കുമ്പോ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് പോവുക, സ്നേഹം കൂടുമ്പോ ചിഞ്ചൻ ചിഞ്ചൻ അങ്ങനെ വിളിക്കും. ടൂൺ മാറും. അച്ഛാ ഇന്ന് അമ്മ അത്ര ശരിയല്ല, എന്തെങ്കിലും ഭക്ഷണം ഞാനും വാങ്ങിച്ചു കൊടുക്കൂ. പ്രൈവസി മാറ്റേഴ്സ് മോർ ദാൻ മൈ കോണ്ടന്റ്. അമ്മ എന്നെക്കാളും ഡബിൾ സ്ട്രോങ് ആണ്, ഭയങ്കര പുലിയാണ്. ഞാൻ അത്ര ആയിട്ടില്ല. ഞാൻ ഐപാഡൊക്കെ എടുത്ത് പൊട്ടിക്കുക, എറിഞ്ഞ് പൊട്ടിക്കുക. ഞാൻ അപ്പൊ പെർഫ്യൂം ബോട്ടിൽസ് എറിഞ്ഞ് പൊട്ടിക്കുക. എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്റെ ഉള്ളിൽ എന്തോ ഒരു മോൺസ്റ്റർ ഒക്കെ ഉള്ള പോലെ എനിക്ക് മനസ്സിൽ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഐ കാൻ പോയിന്റ് ഔട്ട്. മലയാളികൾക്ക് മിഥുൻ രമേശ് അടുത്ത വീട്ടിലെ പയ്യനാണെങ്കിൽ അത്രത്തോളം തന്നെ സ്നേഹത്തോടെ ചേർത്ത് വെക്കുന്നവരാണ് മിഥുൻ്റെ ചിഞ്ചുവും തൻവിയും. റീലുകളിലൂടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷ്മി മേനനാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത്. ഏറെ സ്നേഹത്തോടെ ലക്ഷ്മി, സ്വാഗതം. താങ്ക് യു ജസിത. ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ അത് വെച്ചിട്ട് തന്നെ പറയാം. ഞാൻ മിഥുൻ്റെ അടുത്താണ് ലക്ഷ്മിയുടെ നമ്പർ ചോദിക്കുന്നത്. അപ്പം മിഥുൻ എനിക്ക് നമ്പർ അയച്ചു തന്നു. അതിൽ പേര് സേവ് ചെയ്തിരിക്കുന്നത് ചിഞ്ചൻ എന്നാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ലക്ഷ്മി എന്നുള്ള പേരിനേക്കാളും ഞങ്ങൾക്ക് സുപരിചിതം ചിഞ്ചു, തൻവി. അപ്പോൾ മിഥുനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു റീൽമേറ്റ് കൂടിയാണല്ലോ, സോൾമേറ്റ് ആണ്, അപ്പോൾ റീൽമേറ്റ് ആണ്. മുൻചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഞാൻ മുൻചേട്ടനെ ഫീഡ്ബാക്ക് എടുക്കും. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഐ എം നോട്ട് കേപ്പബിൾ ഇനഫ് ടു ഡു ഇറ്റ് എന്ന് എനിക്ക് തോന്നിയാൽ പോലും എന്നെ കൺവിൻസ് ചെയ്യിച്ച് നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് അത്രയും ഒരു പ്രോത്സാഹനം തരുന്ന ഒരു വ്യക്തിയാണ് മുൻചേട്ടൻ. ഈസ് മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം. എൻ്റെ അതുപോലെ തന്നെ എൻ്റെ അമ്മയും തൻവി അതെ ബാക്ക് ബോൺസ് ആണ് എൻ്റെ. അതുപോലെ തന്നെ ഹാർഷസ്റ്റ് ക്രിട്ടിക് ആണ് when I need. അതുപോലെ തന്നെ എൻ്റെ സേഫസ്റ്റ് പ്ലേസ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അതാണ് മുൻചേട്ടൻ. അല്ല, ഞാൻ ആ പേര് സേവ് ചെയ്തതിലുള്ള ഒരു കൗതുകം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ചിഞ്ചു തന്നെയാണല്ലോ വിളിക്കുക? ചിഞ്ചു എന്നാ വിളിക്കുക. അത് സ്നേഹം കൂടുമ്പോ ചിഞ്ചൻ ചിഞ്ചൻ അങ്ങനെ വിളിക്കും. ടൂൺ മാറും. അതാണ് ചിഞ്ചൻ കോൺടാക്ട് നമ്പർ. എനിക്ക് നമ്മൾ ആ പെട്ടെന്ന് ആ ഫോൺ ഞാനത് ഓപ്പൺ ചെയ്ത സമയത്ത് ചിഞ്ചൻ എന്ന് കണ്ടപ്പോൾ നമുക്കൊരു ചിരി വരുമല്ലോ. കാരണം നമ്മൾ കാണുന്ന ആളുകളാണ് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത വീട്ടിലെ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അടുത്ത വീട്ടിലെ ആളുകൾ എന്നുള്ളൊരു സ്നേഹം എപ്പോഴും ലക്ഷ്മിക്കാണെങ്കിലും മിഥുനായാലും മലയാളികൾ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ ലക്ഷ്മിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്? ഉറപ്പായിട്ടും എല്ലാവരും ആ സ്നേഹം നമുക്ക് വീട്ടിൽ നിന്നുള്ള ആൾക്കാർ തരുന്ന റിലേറ്റീവ്സ്, ഫാമിലി, ആ ഒരു സ്നേഹമാണ് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല എപ്പോഴും വീടാണല്ലോ നിങ്ങളുടെ ഷൂട്ടിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കണ്ടന്റിലേക്കൊക്കെ വരുന്നത്? ആരാണ് ഐഡിയാസ് തരുന്നത്? ഐഡിയാസ് തരുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇപ്പൊ ഞാൻ ഒരെണ്ണം കണ്ടുപിടിക്കുകയായിരിക്കും. അപ്പൊ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഒന്നുകിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് അയക്കും. നിങ്ങൾ 3 പേരും അങ്ങനെയാണ്? അതെ. തൻവി അധികം ഒന്നും മൈൻഡ് ആക്കാറില്ല. അവരെന്തൊക്കെയോ അയച്ചിട്ട് പോകുന്നു, അവളൊന്നും മൈൻഡ് ആക്കാറില്ല. പക്ഷെ മുൻചേട്ടൻ ഞാൻ ഇരുന്നിട്ട് അപ്പം മുൻചേട്ടൻ ഇത് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം. അപ്പൊ ഞാൻ പറയും എന്നാൽ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യും, ത്രെഡ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ മുൻചേട്ടൻ അയക്കുന്നത് അത് ഇന്നാളെന്നില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എഡിറ്റിംഗ് അധികം ഒന്നുകിൽ ഞാനായിരിക്കും മിക്കവാറും ചെയ്യാറ്. പിന്നെ ഷോർട്സ് വെക്കുന്നതൊക്കെ മുൻചേട്ടൻ തന്നെയാണ്. ക്യാമറയൊക്കെ കാരണം ഞാൻ പറയും ക്യാമറ എനിക്ക് ഈ സെൽഫി ക്യാമറയൊക്കെ എടുക്കുന്നതാണ് കാണാൻ ഇഷ്ടം. അപ്പൊ മുൻചേട്ടൻ പറയുമ്പോൾ അത് വേണ്ട, നമുക്ക് 0.5 എടുക്കുമായിരിക്കും ഏറ്റവും ഭംഗി, അതായിരിക്കും എല്ലാം ഫുൾ ക്ലിയർ ആയിട്ട് കവറേജ് കിട്ടാൻ നല്ലതെന്ന് പറഞ്ഞാൽ മുൻചേട്ടനായിരിക്കും ഷോർട്സ് വെക്കുന്നത്. അപ്പം ഈ വീട് നമ്മുടെ ഷൂട്ടിംഗ് സ്പേസ് ആവുമ്പം പ്രൈവസി എന്നുള്ളൊരു സാധനം വരുമോ? അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാർ നമ്മുടെ ബാൽക്കണിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയച്ചു തരും. നിങ്ങളുടെ വീട് ഞാൻ കണ്ടു, ആ ചെടി കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല തൻവിനെ ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയച്ചു തരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടായിട്ടല്ല ഞാൻ പറയണത്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർക്ക് ഈ വീടിന്റെ നമ്മള് ഒരു വീഡിയോയിൽ ഞാൻ അറിയാണ്ട് നമ്മുടെ വീടിന്റെ ഇതിട്ടുണ്ടായിരുന്നു നമ്പർ. അപ്പൊ അത് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് കാണാൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. പക്ഷെ നമുക്കൊരു പേടിയാണ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എന്നെ പോലെ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർ തപ്പി പിടിച്ചു വരിക എന്നൊക്കെ പറയുമ്പോ നമുക്കുള്ളിലൊരു ഇതാണ്. ഇപ്പൊ ഞാൻ വീട് ശ്രദ്ധിച്ചിട്ടേ ഇടുള്ളൂ വീടിന്റെ നമ്പറൊക്കെ. അങ്ങനെ ഇപ്പൊ എല്ലാരെയും പരിചയമാണ്. കാരണം അമ്മ വീഡിയോയിൽ വരുന്നുണ്ട്, പിന്നെ പൂച്ച, ഇതെല്ലാം ബാൽക്കണി 2 പൂച്ച 1 പട്ടി. ഈ കണ്ടന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ടോ? അടി കൂടാറുണ്ടോ വീഡിയോ എടുക്കുമ്പം? എങ്ങനെയാണ്? ഞങ്ങള്
വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അടിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ശരിയായില്ല, അവർ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കൂടി ഞാൻ ചെയ്യില്ല, അങ്ങനെ 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 ഫുൾ അങ്ങനെയൊക്കെ അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു 2-3 അടി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും കോമഡി ആയിട്ട് വരുന്നത്. പിന്നെ തന്നെ ഈ കാര്യത്തിലൊന്നും ഇടപെടില്ല. അവൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ അവൾ പറയും ആ റീൽ ഇടണ്ട എൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യണ്ട. അപ്പൊ ഐ റെസ്പെക്ട് ഹർ നോസ്. അതായത് എനിക്കും കൂടി ഒരു റിമൈൻഡർ ആണ്, അതായത് അവളുടെ പ്രൈവസി മാറ്റേഴ്സ് മോർ ദാൻ മൈ കണ്ടന്റ് എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന റീല് മാത്രമേ ഞാൻ അവളുടെ ഇടാറുള്ളൂ. എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു താരമാണെന്ന് പറഞ്ഞു, കാരണം ഓഫർ ചെയ്തിട്ടാണ് സമ്മാനങ്ങൾ ഓഫർ ചെയ്യാറുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, അതിന് ഒരു കുറവും ഇല്ല. ഇപ്പോഴും ഞങ്ങളുടെ ഊറ്റിയാണ് അവൾ ജീവിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും തന്നെ പറയുന്നുണ്ട് അവളുടെ ഔദാര്യത്തിൽ ജീവിച്ചു പോകുന്നത്. അല്ല, ഈ ജെൻസീസിന്റെ ഒരു കുഴപ്പമാണത്. അവര് ഭയങ്കര സെൽഫ് അവെയർ ആണ്, അതിൽ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അപ്പോൾ that doesn't look good to me. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇവളുടെ കസിന്റെ വീട്ടിൽ ഉണ്ടാക്കി കളിക്കാൻ വിട്ടു, പ്ലേ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവളുടെ കസിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മുൻചേട്ടൻ്റെ ചേട്ടനാണ്, ചേട്ടൻ വല്യച്ഛനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കുരുത്തക്കേട് കാണിച്ചപ്പോൾ വല്യച്ഛൻ ചീത്ത പറഞ്ഞു. ഉടനെ അവള് പറഞ്ഞു യു കാൻ ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്, യു ആർ നോട്ട് മൈ ഫാദർ എന്ന് പറഞ്ഞു. അതേസമയം ഞാനാണെങ്കിൽ, നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രായത്തില് മൂത്ത ആൾക്കാരുടെ അടുത്ത് ഭയഭക്തി ബഹുമാനത്തിൽ റെസ്പെക്റ്റില് പറയണോ വേണോ എന്ന് പേടിച്ച് ആലോചിച്ചിരിക്കുക. ഐ അഡ്മയർ ദാറ്റ് ഇൻ ദാറ്റ് കേസ്. കാരണം അവർക്കത് സ്വന്തം കാലിൽ നിന്ന് പറയാനുള്ളൊരു ധൈര്യമുണ്ട്. അതിനു വേണ്ടി ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട്, അതുണ്ട്. എന്നാലും ജെൻസീസ് ഒരു രക്ഷയില്ലാത്ത ടീമാണ്. രണ്ട് വ്യക്തികൾ നമ്മളിപ്പോ വിവാഹ ജീവിതം എന്ന് പറയുന്നത്, അതിനുശേഷമുള്ള ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾ എപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ അത് തന്നെയല്ലേ ഒരു വിവാഹ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പരസ്പരം താങ്ങാവുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട. ഉറപ്പായിട്ടും നമ്മള് കല്യാണം കഴിഞ്ഞ ഉടനെ ലൈഫ് അത്ര സ്മൂത്ത് ഒന്നും ആവില്ല. രാമരാമണ യുദ്ധങ്ങൾ എന്നും നടക്കുന്നതായിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 7 വർഷം 7 years ഈച്ച് എന്ന് പറയുമല്ലോ നമ്മള്, ആ ഒരു 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയിക്കോളും. പിന്നെ നമുക്കറിയാം മുൻചേട്ടൻ ഇതാണ്, മുൻചേട്ടൻ അല്ലെങ്കിൽ ചിഞ്ചു ഇതാണ് എന്ന് മുൻചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാവും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാനിത് ചോദിക്കാൻ കാരണം രണ്ടുപേരും സ്വഭാവത്തിൽ 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളാണ് തോന്നിയിട്ടുണ്ട്. കാരണം മിഥുൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. മുൻചേട്ടൻ ഒരു ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പീപ്പിൾ പ്ലീസർ ആണ്. ഞാൻ അതേസമയം സ്ട്രെയിറ്റ് ആൻഡ് ബ്ലണ്ട് ആണ്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല ഞാൻ അവിടെ വെച്ച് പറയും. പിന്നെ മുഖത്തോലും ഞാൻ നോക്കില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ മിഥുനെ സംബന്ധിച്ചൊരു എനർജി ഉണ്ട് എല്ലാവർക്കും, ഭയങ്കര പോസിറ്റിവിറ്റി എനർജി. അതെ, അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. മാത്രമല്ല ഒരു ബിസി ലൈഫ് എനിക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ട് പോസിറ്റിവിറ്റി. ഒരിക്കലും തോന്നിയിട്ടില്ല, അതുകൊണ്ടല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്ലീസ് ഫേസ് ആണല്ലോ മിഥുൻ. മാത്രമല്ല സ്റ്റേജിലും ഈ റേഡിയോയിലാണെങ്കിലും. സ്റ്റേജിൽ മാത്രമല്ല, ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലും സങ്കടം എന്ന് പറയുകയാണെങ്കിലൊക്കെ കൂടി അവർക്കൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിലും അത് വളരെ പോസിറ്റീവായിട്ടാണ് പുള്ളി പറഞ്ഞു കൊടുക്കുക. അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും വളരെ പോസിറ്റീവായിട്ടായിരിക്കും. അപ്പോൾ ഈ തിരക്കിനിടയിൽ നമുക്കിപ്പം ഈ കമന്റ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പാവ റേഡിയോയിൽ ജോലി ചെയ്യണം, അതിനിടയിൽ സ്റ്റേജ് കുമ്പടി അതിനുശേഷം വന്നിട്ട് റീല് ചെയ്യണം എന്നുള്ള. അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് പോകുന്നത്? അത് ചേട്ടൻ ഇപ്പോൾ വീക്കെൻഡ് ഉണ്ടാവില്ല വെച്ചോ, നാട്ടിൽ പരിപാടിക്ക് പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇവന്റിനൊക്കെ പോയിട്ട് വരണ കാലത്ത് ഉറങ്ങില്ല. അപ്പോൾ ഉറങ്ങിയിട്ടായിരിക്കുമല്ലോ, ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈം കിട്ടും, ഒരു 1 hour 2 hours ഒക്കെ നമുക്ക് എന്തായാലും കിട്ടും. ആ ടൈമിൽ നമ്മൾ 2 വീഡിയോ എടുത്ത് വെക്കും, പിന്നെ ഓരോ ദിവസമായിട്ട് ഇടും. അങ്ങനെ സമയം കിട്ടുമ്പോൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇടും, ഷെഡ്യൂൾ ചെയ്തിട്ട് ഇടും. ഇപ്പം ചത്ത പച്ചയില് ഒരു പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് വന്നു. അത്ര പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് റോളല്ല, പക്ഷേ സിനിമ കാണുമ്പോൾ നമുക്ക് ഉമയെ നമ്മളെ മനസ്സിലുണ്ടല്ലോ, അത് തന്നെയാണല്ലോ ഒരു ഭാഗ്യം അല്ലേ. സിനിമ കണ്ട ഒരാളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഉമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് ലക്ഷ്മി എങ്ങനെയാണ് വന്നത്? എനിക്ക് തോന്നുന്നു നമ്മളെ റോന്തിന്റെ സമയത്താണ് ഇതിലേക്ക് ഒരു ഓഫർ വന്നതെന്ന് ലക്ഷ്മി പറയുന്നത്. അതെ, അത് നമ്മുടെ പ്രൊഡ്യൂസറായ ഷിഹാനും ഡയറക്ടർ അദ്വൈതും പിന്നെ ഷൗക്കത്തേക്ക് അറിയില്ലേ, ഷൗക്കത്തേക്ക് പുള്ളി എല്ലാരും കൂടിയിട്ട് ഷൗക്കത്തേക്ക് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവര് മുൻചേട്ടനാണ് പോയി കാണുന്നത് ആദ്യം. എന്നിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് മുൻചേട്ടനാണ് പറയണത് ഇങ്ങനെ പടം ഉണ്ട്, നീ ചെയ്തു നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം സെറ്റും കാര്യങ്ങളും? എല്ലാം നല്ല അടിപൊളി, ഒരു ടോട്ടൽ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. റോന്ത് വെച്ച് നോക്കുമ്പോൾ വേറെ കുറച്ചുകൂടി ഒരു ആക്ഷൻ പടമല്ലേ, അപ്പോൾ ഫൈറ്റ് സീൻസും ഞാൻ ആദ്യമായിട്ടാണ് റോപ്പിലൊക്കെ ഇട്ടി ആൾക്കാർ ഇടിച്ചിടുന്നതൊക്കെ കാണുന്നത്, അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ
പിന്നെ എനിക്ക് എന്നെ സ്ലൈഡ് ചെയ്ത് വന്ന് ടാപ്പ് ചെയ്യല, എനിക്ക് അധികം ഈ 1 2 3 അടിക്കലായിരുന്നു പണി. അതെ, അപ്പൊ ആ ടാപ്പിംഗ് ഒക്കെ സ്ലൈഡ് ചെയ്തിട്ട് വരിക എന്ന് പറയുമ്പോ ഇത്തിരി ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷെ നല്ല ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ടീമായിരുന്നു. എനിക്ക് വയ്യാന്ന് ഒരു ദിവസം പറഞ്ഞപ്പോഴേക്കും ഫുൾ എന്റെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഭയങ്കര കെയറിങ് ആയിട്ടുള്ള നല്ല. പിന്നെ ഒന്നാമത്തിൽ ഭയങ്കര ജെൻസി പിള്ളേരാ എല്ലാരും. ഞാനാണ് ചേച്ചി അവിടുത്തെ. അപ്പൊ ഭയങ്കര നല്ല പിള്ളേരാ, എല്ലാം അടിപൊളിയായിരുന്നു. മമ്മൂക്കയെ കണ്ടിരുന്നു? ഇല്ല, മമ്മൂക്കി ഞാൻ കണ്ടില്ല. എനിക്ക് കോമ്പോസിഷൻ സീൻസ് ഉണ്ടായിരുന്നില്ലായിരുന്നു, അപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പടത്തില് കണ്ടു പുള്ളി. ഞാൻ റീൽസിലേക്ക് തന്നെ തിരിച്ചു വരാണെങ്കിൽ ഒത്തിരി കോണ്ടന്റുകൾ നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുത്തതുണ്ട്. ഇപ്പൊ ഫിൽത്തി സൈഡ് ഓഫ് മിഥുൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബെൽറ്റില് ആടുന്ന ഊഞ്ഞാലാടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടന്റിലേക്ക് ആ കണ്ടന്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? പരസ്പരമുള്ള മറ്റു വീഡിയോസ് ഒക്കെ അങ്ങനെ കാണാറുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. നമുക്ക് ചില വീഡിയോസ് കാണുമ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് നമ്മള് നമ്മുടേതായ രീതിയിൽ ചെയ്യാനും നോക്കാറുണ്ട്. അല്ലെ ഇപ്പൊ ചില ഒരു 1 ലൈൻ ത്രെഡ് ആയിരിക്കും, അത് കണ്ടാൽ അത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആക്കി എടുക്കാറുണ്ട്. അതേപോലെ ബാവുസാമി, അത് പിന്നെ ഒരുപാട് പേര് ചെയ്ത ട്രെൻഡിങ് ഒരു സോങ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ചീത്തയും കേട്ടു അത് ചെയ്തത്. അവരെ പറ്റി അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒത്തിരി പേര് അത് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്കതൊരു കുഴപ്പമുള്ള സ്ത്രീ അല്ലെന്ന് തോന്നുന്നു. അവര് ഭയങ്കര ചിൽ ലേഡിയാണ് നാഗ സുരേന്ദ്രി എന്ന് പറയുന്നത്. എനിക്ക് അവരുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കോമഡിയാണ്. എനിക്കിഷ്ടമാണ് പുള്ളിക്കാരുടെ വീഡിയോ. എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്കിഷ്ടമാണ് പുള്ളിക്കാരുടെ വീഡിയോസ്. ഇപ്പം അമ്മയും ഇടയ്ക്ക് റീലില് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തൻവി അമ്മ കോംബോ എങ്ങനെയാണത്? ഇപ്പം അമ്മയും ലക്ഷ്മിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കില്ല ലക്ഷ്മിയും തൻവിയും തമ്മിലുള്ള. അപ്പൊ ആ ഒരു മാറ്റം എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്? ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണോ? ഞാനോ? ഞാനങ്ങനെ സ്ട്രിക്റ്റ് പറയും, പഠിക്കേണ്ട കാര്യമൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം. ട്യൂഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഞാനാണ്. അതൊക്കെ കറക്റ്റായിട്ട് പോകണം, പഠിക്കണം എന്നൊക്കെ പറയും. പിന്നെ എല്ലാം എന്നെ സോപ്പിട്ട് അവള് നടത്തിയെടുക്കും. ഭയങ്കര കഴിവാ. എൻ്റെ അടുത്ത് അമ്മേ പ്ലീസ് അമ്മേ, ഇന്നിപ്പോൾ സ്കൂളിൽ ആരും വരുന്നില്ല, ഞാൻ മാത്രം പോയാൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, പിന്നെ അമ്മയ്ക്ക് അതാണെങ്കിൽ ഇഷ്ടമെങ്കിൽ ഞാൻ പോയി ഇരിക്കാം, ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ ഇറക്കും നമ്പർ. അപ്പൊ ഞാൻ പിന്നെ കൊച്ചൊറ്റയ്ക്ക് പോയി ഇരിക്കണ്ടേ ചേട്ടാ, എന്താ പിന്നെ അവൾ ഇന്ന് പോവാതിരുന്നോട്ടെ, എന്തെങ്കിലും കോൾഡും ഉണ്ടാവും, അസുഖങ്ങളും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, അതെന്നും ഉണ്ട് അസുഖം. അപ്പൊ പിന്നെ ഞാൻ പിന്നെ വിചാരിക്കും എന്നാ പിന്നെ വീട്ടിലിരുത്താന്ന് വിചാരിക്കും. അങ്ങനെ എല്ലാം തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലാണോ? എല്ലാം പറയും, എല്ലാം എൻ്റെ അടുത്തൊന്നും പറയും. ഒന്നും ഒളിച്ചു വെക്കണ കൂട്ടത്തിലല്ല, എല്ലാം പറയും. ഫുൾ തെണ്ടിത്തരങ്ങളാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയും. അതൊരു ഇതാണ്. എൻ്റെ പറയും അച്ഛനടുത്ത് അറിയാൻ പാടില്ല, അമ്മൂമ്മ അറിയാൻ പാടില്ല, അമ്മ മാത്രമേ അറിയാൻ പാടുള്ളൂ. അമ്മൂമ്മയുടെ ഗുഡ് ബുക്സ് ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അപ്പം അമ്മൂമ്മ അറിയാൻ പാടില്ല, അച്ഛനും അറിയാൻ പാടില്ല, അമ്മയുടെ അടുത്ത് എല്ലാം പറയാം. ഞാനാണ് വൃത്തിയിട്ടവൾ, എല്ലാം എൻ്റെ അടുത്ത് എല്ലാം അറിഞ്ഞോട്ടെ. അമ്മയകത്തുള്ള വീഡിയോ, എനിക്ക് അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് 3 പേരും കൂടി ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വളരെ 3 തലമുറ കൂടെ അവർ ആ ട്രെൻഡിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. അമ്മ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര വൈബാണ് അമ്മ. എല്ലാ വീഡിയോസിന്റെ കാണും. എനിക്ക് മെസ്സേജ് ഞങ്ങള് കാലത്ത് ഒരു 9:30 10 o'clock ആകുമ്പോൾ ഞങ്ങൾ ബോട്ടമിൽ ഇരിക്കും സംസാരിക്കാം. പിന്നെ 2 മണിക്കൂർ കാലത്ത് സംസാരിക്കും. അതിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്നു. ഞങ്ങൾ ആദ്യം ഇരുന്ന് ബോട്ടമിൽ സംസാരിക്കും 2 മണിക്കൂർ, എന്നിട്ടാണ് കിടന്ന് ഉറങ്ങുക. അപ്പം രാത്രി അപ്പോഴേക്കും ആവും, പിന്നെ ചേട്ടൻ വരും, തന്നെ വരും, പിന്നെ സംസാരിക്കില്ല, മെസ്സേജ് കത്തടയ്ക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ഫുൾ സംസാരിക്കും, ഇങ്ങനെ വീഡിയോസിന്റെ കാര്യങ്ങള്, സിനിമ കണ്ട കാര്യങ്ങള് എല്ലാം പറയും. അമ്മ ഫുൾ ചിൽ വൈബാണ്. അമ്മ ഫ്രോക്കും പാന്റും ഷർട്ടൊക്കെ ഇട്ടൊക്കെയാണ് നടക്കുന്നതൊക്കെ ചെയ്യുക. അമ്മ അങ്ങനെ ഒട്ടും ബോധമൊന്നുമില്ല ഡ്രസ്സിങ്, അതിനെ കുറിച്ചൊന്നും. അങ്ങനെ ഭയങ്കര ചില്ലാണ്. സിംഗിൾ പാരന്റിങ്ങിലൂടെ വളർന്ന ഒരാളോടെയാണ്. തൻവിയുമായിട്ട് ലക്ഷ്മിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കില്ല ലക്ഷ്മിയും അമ്മയും തമ്മിലുള്ള, അല്ലെ? എത്രത്തോളം അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ലക്ഷ്മിയുടെ ജീവിതം? എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അമ്മ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ചാണ് എന്നെ ഈ ലെവലിൽ എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. അപ്പം അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം അമ്മയുടെ പോലെ ആവണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അമ്മയുടെ പോലെ ഒന്നും ആയിട്ടില്ല ഞാൻ. അമ്മ എന്നെക്കാളും ഡബിൾ സ്ട്രോങ് ആണ്, ഭയങ്കര പുലിയാണ്. ഞാൻ അത്ര ആയിട്ടില്ല. ഇപ്പൊ എന്നെപ്പോ ആരെങ്കിലും സ്കൂളിലൊക്കെ എന്തെങ്കിലും ഹേർട്ട് ചെയ്യുക ബുള്ളിയൊക്കെ ചെയ്ത് ഞാൻ പറയും അമ്മ സ്കൂളിലേക്ക് വേറെ ടീച്ചർ ഉണ്ടും പറയരുത് പറയും. ഞാൻ അസംബ്ലിക്ക് ഓൾ ഇന്ത്യൻസുമായി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറഞ്ഞ് നിൽക്കുമ്പോൾ
അമ്മ സ്കൂട്ടിയിൽ വരും, വന്നിട്ട് അവിടെ കിടന്ന് പിന്നെ ബഹളം ഫൈറ്റാണ്. അപ്പൊ ആ ട്രേറ്റ്സ് കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്മീൻ ആരെങ്കിലും ടീയെ ചീത്ത പറയുന്നതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇപ്പോൾ അത് ടേക്കപ്പ് ചെയ്യാറുണ്ട്. അമ്മ തന്നെയാണ് റോൾ മോഡൽ ഏത് കാലത്ത്. എങ്ങനെയാണ് മിഥുന്റെ ഫാമിലി കുറച്ചുകൂടി സപ്പോർട്ടും? മുൻചേട്ടന്റെ അമ്മ അടിപൊളിയാ, സൂപ്പർ വൈബ്. പിന്നെ അമ്മ നന്നായി ഫുഡ് ഉണ്ടാക്കും മുൻചേട്ടൻ്റെ അമ്മ. മുൻചേട്ടൻ ഇപ്പൊ ട്രിവാൻഡ്രം വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരക്കറി, മറ്റക്കറി, പാര ഫ്രൈ, എന്തെങ്കിലും ഇങ്ങനെ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു കാലിനൊരു സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കണ്ണിനും ഒരു ചെറിയ സർജറി കഴിഞ്ഞു. അപ്പൊ ഒരു ഇപ്പത്തെ റെസ്റ്റിലാണ്. അതുകൊണ്ട് എന്റെ പടം കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ആ വിഷമത്തിലാണ്. ഞാൻ മിഥുൻ പോലീസ് ഓഫീസറായിട്ട് നിൽക്കുന്ന ആ ഒരു കോസ്റ്റ്യൂമിൽ കണ്ടപ്പോ അച്ഛനെ എങ്ങനെയാണ്, അച്ഛന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? മുൻചേട്ടൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസാ. അതായത് ഇവര് 2 മക്കളാണ്. ഒന്ന് ചിക്കു, അവൻ US-ലാണ്. പിന്നെ മുൻചേട്ടൻ മിക്കു. അപ്പം അച്ഛനും ഏറ്റവും ഇഷ്ടം മോൻ മിക്കുവാണ്. അപ്പൊ രാത്രി ഒരു 2 മണിക്കൊക്കെ വന്നിട്ട് പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ ചിക്കനൊക്കെ ആയിട്ട് വന്നിട്ട് മൂത്ത മോനെ മാതെ തട്ടി വിളിക്കും. മുൻചേട്ടനെ മാതെ തട്ടി വിളിച്ചിട്ട് എന്നിട്ട് കൊടുക്കും ഭക്ഷണം. അങ്ങനെ പാർഷ്യാലിറ്റി ആയിരുന്നു. അപ്പോൾ പറയും നിങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ല, 2 പിള്ളേർ ഒരുപോലെയാണെന്നൊക്കെ അമ്മ പറയും. അപ്പം കേട്ടുള്ള പരിചയട്ടാ എനിക്ക്. അപ്പം അത്ര ഇഷ്ടമുള്ള മോനാണ്. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞാൽ മുൻചേട്ടനൊരു അച്ഛന്റെ പഴയ ഫോട്ടോ വീട്ടിലിരിക്കുന്നുണ്ട് പോലീസ് യൂണിഫോമില്. അത് ഒരേപോലെയാ, കാണാനൊക്കെ ഒരേപോലെ ഇരിക്കും. ഭയങ്കര ഇതാ. അച്ഛനാണ് മുൻചേട്ടൻ്റെ ഉള്ളില് ഇങ്ങനെ നല്ലോണം ബുക്സ് വായിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റിക്റ്റ് ഒക്കെ വളർത്തിയെടുത്തത് അച്ഛനാണ്. അത് നേരത്തെ വിളിക്കും പഠിക്കാനായിട്ട്. എല്ലാ കാര്യത്തിലും ഗൈഡ് ചെയ്യുന്നത് അച്ഛനായിരുന്നു മുൻചേട്ടൻ ഒരു ഗൈഡിങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഭയങ്കര റെസ്പെക്ട് ആണ് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ മുൻചേട്ടന്. പ്രതീക്ഷമായിട്ടാണല്ലോ മറ്റേ ഹിറ്റ് FM-ലേക്ക് വരുന്നത്. പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിലേക്ക് മാറി റേഡിയോയിലേക്ക് വരുന്നു. ആ പോലീസ് ഓഫീസറല്ല, ജോലി എന്തോ ഗവൺമെന്റ് ജോബ് ആയിരുന്നു. പിന്നെ റേഡിയോയിലേക്ക് വരുന്നു. പിന്നെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. അപ്പൊ ദുബായിയുടെ ചരിത്രം നോക്കുമ്പോൾ ഹിറ്റ് FM-ന്റെ ചരിത്രം കൂടെയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് ലക്ഷ്മിക്ക് ആ കാലമൊക്കെ വന്ന സമയത്തുള്ളതൊക്കെ എങ്ങനെയാണ്? വന്ന സമയത്ത് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാനിങ്ങനെ പുള്ളീനെ അറിയുന്നത്. ഞങ്ങളിങ്ങനെ ഒരു ഇവന്റിന് കണ്ടിട്ട് ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ചു കാലം ഡേറ്റ് ഒക്കെ ചെയ്തു. പിന്നെ എൻഗേജ്മെന്റ്, കല്യാണം എല്ലാം പെട്ടെന്നായിരുന്നു. കുട്ടിയായത് പെട്ടെന്നായിരുന്നു. അപ്പൊ ഹിറ്റ് FM-ന്റെ വാട്സ് എന്ന് പറഞ്ഞാൽ ഹിറ്റ് FM എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഫാമിലി. ഞങ്ങളുടെ എക്സ്റ്റൻഡ് ഫാമിലിയാണ്. എല്ലാവരും ഹിറ്റിലത്തെ എല്ലാവരുമായിട്ട് നമുക്ക് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര അടുപ്പുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ നമ്മളെ സഹായിക്കും, നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഉറപ്പുള്ള ആൾക്കാരാണ് ഹിറ്റ് FM എന്ന് പറഞ്ഞാൽ. അതും എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ഒക്കെ എല്ലാവരും കൂടി ചേർന്ന്. അപ്പം ഈ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ തിരക്കിനിടയിൽ ഫാമിലിക്ക് വേണ്ടി മിഥുൻ സമയം മാറ്റി വെക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? അതോ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അതായത് ഒന്നാമത്തെ മുൻചേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി, എനിക്ക് ഈ ബെൽസ് പാലസി എന്ന അസുഖം വന്നതിന് ശേഷം മുൻചേട്ടൻ ഇങ്ങനെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അസുഖങ്ങൾ വരണമെന്നൊരു പേടിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും ഭയങ്കര കണ്ടിന്യൂസ് ട്രാവൽ വരികയാണെങ്കിൽ അത് നിർത്തി ബ്രേക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് വേണം അടുത്തതെന്ന് ഞാൻ പറയും. അപ്പോൾ ഞാൻ പറയും വീട്ടിലേക്ക് സമയം കൊടുക്കുന്നില്ല നിങ്ങൾ, അത് പറ്റില്ല, വീട്ടിലേക്ക് സമയം തന്നേ പറ്റുള്ളൂ, ഇത് ക്യാൻസൽ ചെയ്തോളൂ, ഈ പരിപാടി പറ്റില്ല, എടുക്കാൻ പറ്റില്ല, അങ്ങനെ പറയും. അത് അന്ന് മുട്ടയടിച്ചതൊക്കെ ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയിരുന്നല്ലോ. ഇതിന്റെ അസുഖത്തെക്കാളും പിന്നെ ലക്ഷ്മി മുട്ടയടിച്ച ആ ഒരു വീഡിയോ ഒക്കെ കിട്ടി. എങ്ങനെയായിരുന്നു ആ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നല്ലേ അത്? അതൊരു 15 ദിവസം ഞങ്ങൾ നല്ലോണം വിഷമിച്ച ഒരു ദിവസമായിരുന്നു. കാരണം ഇങ്ങനെ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റില്ലേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് മുഖത്ത്. അപ്പോൾ ഇങ്ങനെ കോടിയിരിക്കുകയാണല്ലോ. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഫിസിയോതെറാപ്പി ഞാൻ പഠിച്ചു, ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചെയ്തതാണ്. ഒരു തമാശയ്ക്ക് വേണ്ടി എടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ.
പക്ഷെ അത് ഒരുപാട് പേരിലേക്ക് അല്ല, ആ വീഡിയോ ഞങ്ങൾ എവിടെയും പുറത്ത് വിട്ടിട്ടില്ല. ഫോട്ടോ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. വീഡിയോ ഇപ്പോഴും അവരുടെ മുൻചേട്ട കയ്യിലുണ്ട് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ അവരെന്നെ പറഞ്ഞു അത് എടുക്കാൻ പാടില്ല, അത് അവരോട് പറഞ്ഞു. അവിടെ ഇരിക്കുന്നവര് പറഞ്ഞു, ഇങ്ങനെ ക്ഷൗരം ചെയ്യുന്നവര് പറഞ്ഞു എടുക്കാൻ പാടില്ല വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ ഹിറ്റ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. തന്നെ മുൻചേട്ടൻ ബാക്കിൽ നിന്ന് ഭയങ്കര ചിരി. അവർക്ക് എന്തൊരു സന്തോഷം എന്റെ മൊഴി എടുക്കുന്നതില്. പക്ഷെ നമ്മൾ അതിനെ കാഴ്ച വെച്ചു, നമ്മള് വിഗ് ഉപയോഗിച്ചതിന് ഞാൻ എത്ര വിഗ് വാങ്ങിച്ചെന്നറിയോ? തൊപ്പിയിൽ ഒട്ടിച്ചു വെച്ച മുടിയുള്ള വിഗ്, ഒട്ടിക്കാത്ത വിഗ്, അല്ലാത്ത വിഗ്, ഒരു പലതരം വിഗ് ഉണ്ട്. വീഡിയോയിലും നമ്മളത് കാണുമ്പോഴും പിന്നെ കുറെ വീഡിയോ ഞാൻ മൊട്ടയായിട്ട് ചെയ്തു. എനിക്ക് പിന്നെ ഈ മുടി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര സുഖമാണ്. സത്യം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ജീവിതത്തിൽ ഒരു തവണയിലും പെൺപിള്ളേര് മുടി എടുത്ത് നോക്കണം. അതിന്റെ ഒരു സുഖം അറിയണം അല്ലേ? കുളിക്കാനൊക്കെ എന്ത് സുഖാന്നറിയോ? നമുക്ക് ഡെയിലി തല കുടിച്ച് ഒരു കുഴപ്പമില്ല, അസുഖവും വരില്ല, ഒരു കുഴപ്പവും ഇല്ല. പെട്ടെന്ന് ഇങ്ങനെ തല തുറത്ത് കഴിഞ്ഞു, പണി കഴിഞ്ഞു. എന്തൊക്കെ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഓയിലിയായി, ഗ്രീസിയായി, മുടി വൃത്തിയില്ലാണ്ടായി. ഇത് ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിരുന്നു. എനിക്ക് സാൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ ഫിലിം ലക്ഷ്മി വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു സമയത്ത് അഭിനയത്തിലേക്ക് വന്നത്? ആ സമയത്ത് രാജേഷ് ഏട്ടനാണ് ഡയറക്ടർ. പുള്ളി എന്റെ റോട്ടൻ കോക്കനട്ട് അവാർഡ്സ് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിലത്തെ വീഡിയോസ് കണ്ടിട്ടാണ് പുള്ളി എന്നെ വിളിക്കുന്നത്. അപ്പം അന്ന് എനിക്ക് അത്രയും മെച്യൂരിറ്റി ഒന്നുമില്ല, സിനിമയെ കുറിച്ചൊന്നും അറിയാണ്. ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ അല്ലേ? ഒരു ഡൗട്ടുള്ള പോലെ തോന്നുന്നു. അപ്പം അല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ കുറച്ചും കൂടി എന്താ പറയാ, സിനിമ എന്ന് പറയുമ്പോ സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെ ചെയ്യണം, എക്സൈറ്റ്മെന്റ്. ഞാൻ അഭിനയത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ലുക്സിനായിരുന്നു. എന്റെ ലുക്ക് ഇങ്ങനെയായിരിക്കണം, എന്റെ കോസ്റ്റ്യൂം ഇങ്ങനെയായിരിക്കണം, ഞാൻ ഇത്ര വളയിടും, അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ ആ ക്യാരക്ടറിൽ ഒരുപാട് വളയൊക്കെ ഇട്ട് സ്കാർഫ് എല്ലാം എന്റെ കോസ്റ്റ്യൂമാ. അപ്പൊ ഞാനെല്ലാം ചേട്ടാ മുടി ഞാൻ ഇങ്ങനെ കേളി ചെയ്തിടണോ സ്ട്രെയിറ്റ് ചെയ്തിടണം? അപ്പൊ ചേട്ടൻ പറഞ്ഞു അത് നമുക്ക് കേളി ചെയ്തിട്ട് അങ്ങനത്തെ ലുക്ക് കൊടുക്കാം. അപ്പൊ കേളി സ്ക്രഞ്ച് ചെയ്തിട്ട് കേളി ചെയ്യുന്നു, അങ്ങനെ ഇടുന്നു, ഫുൾ അങ്ങനെ. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ലുക്സിലായിരുന്നു ഫുൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, ആക്ടിങ് അല്ല. അത് ആ പടം ക്യാരക്ടറിന് ഒരു പൊടിക്ക് മീറ്റർ ഓവറാണ്. അത് ക്യാരക്ടറിന് ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ലുക്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ലെയേർഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയത്, കാരണം ഞാൻ ഇപ്പൊ ലക്ഷ്മിയുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ റോന്തിലേക്ക് വന്ന സമയത്ത് റോന്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ ലക്ഷ്മി ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. എങ്ങനെയായിരുന്നു റോന്തിന് വേണ്ടിയിട്ട്? ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷാജി ചേട്ടൻ ഞാൻ ഫസ്റ്റ് ഷൂട്ടിന് 3 ദിവസത്തെ ഷൂട്ട് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് ഷൂട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ക്ലിപ്പിംഗ് കാണിച്ചു തന്നു കഴിഞ്ഞു. അതായത് ദിലീഷ് ചേട്ടൻ ഇങ്ങനെ റോഷനോട് പറയാണ് സലോബിയെ പറ്റിയിട്ട്. ആ സിനിമയിൽ പറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ എനിക്കത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ ക്യാരക്ടർ, ഇത് പിടിച്ചിട്ട് വേണം നമുക്ക്, ഈ മീറ്റർ പിടിച്ചിട്ട് വേണം പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് പിന്നെ കൂടുതൽ ഇങ്ങനെ അഭിനയിക്കേണ്ടി ഒന്നും വന്നില്ല. എങ്ങനെ ഷാജി ചേട്ടൻ പറഞ്ഞ പോലെ പിന്നെ ദിലീഷ് ചേട്ടൻ പറയും, നമുക്ക് ഒരുപാട് ഭ്രാന്തുള്ള സ്ത്രീയല്ല, കുറച്ച് ഒരു ഡിപ്രഷനായിട്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്, അപ്പൊ ആ ഒരു ലെവലിൽ അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ പക്ഷെ അതിന് ആ ക്യാരക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്, കാരണം പുള്ളിയിലൂടെയാണ് നമുക്ക് അതെ കൂടുതൽ അറിയുന്നത്. ഇങ്ങനെ ദിലീഷേട്ടൻ പറഞ്ഞാണ് ആ ക്യാരക്ടർ ബിൽഡപ്പ് ആയത്. പക്ഷെ അസാധ്യമായിട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പറയാനുള്ളത് കേട്ടോ. ഉമയേക്കാളും ഉമയേക്കാളും എനിക്ക് എപ്പോഴും എന്റെ മനസ്സിന് അടുത്ത് നിൽക്കുന്നത് സലോമി തന്നെയാണ്. അടുത്ത സിനിമ ഏതെങ്കിലും ഉണ്ടോ? അടുത്ത ഒരു സിനിമ വന്നിട്ടുണ്ട്, അതിപ്പം ഷൂട്ടിംഗ് ഒക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് വീട്ടിൽ കുറച്ച് റെനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്നാ എവിടെ എപ്പോഴാ ചെയ്യണ്ടേ എന്നുള്ള ഒരു ഡൗട്ടില്. ഇപ്പൊ ഈ കപ്പിൾ വീഡിയോസ് ഇപ്പൊ ഒത്തിരി പേരുണ്ട്, പക്ഷെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അത്തരം വീഡിയോസ് നമുക്ക് പരിചിതമായിരുന്നില്ല. ഇപ്പം മിഥുൻ ലക്ഷ്മി കോംബോ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഇപ്പം എല്ലാവരും ചെയ്യുന്ന കപ്പിൾ വീഡിയോസ് ഒത്തിരി ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും മോഡലാക്കിയിരുന്നോ? എങ്ങനെയാണ് നിങ്ങൾ സ്വാഭാവികമായിട്ട്? ഞങ്ങളങ്ങനെ ആരും മോഡലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാം, വെറുതെ നമ്മള് വെറുതെ ടിക്ടോക്ക്, അന്ന് ടിക്ടോക്ക് ആയിരുന്നല്ലോ കോവിഡ് സമയത്ത്. അപ്പം ടിക്ടോക്കിൽ ഓരോ വീഡിയോസിനും ഡയലോഗ്സ് പറയുന്നത്, ഇപ്പൊ ഇതിന്റെ ചുച്ച് എവിടെ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓഡിയോയ്ക്ക് 2 പേര് വേണമല്ലോ അഭിനയിക്കാൻ. അപ്പൊ ഞാനും മഞ്ചോടൊന്ന് അഭിനയിച്ച് അങ്ങനെ നമ്മുടെ വീഡിയോക്ക് ഭയങ്കര ലൈക്സ് ഒക്കെ കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ വെച്ചു നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ച്
അങ്ങനെ പിന്നെ എല്ലാ വീഡിയോസും ഒരുമിച്ച് ചെയ്തു തുടങ്ങി, അത്രേ ഉള്ളൂ. ഈ കമന്റ് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതിലേക്ക് വരാറുണ്ടോ? എങ്ങനെയാണ് അങ്ങനെ നോക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ അഭിനയത്തിൽ തനതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ആരും പറയണം അങ്ങനെയൊന്നും കേട്ടിട്ട് കൊടുത്തിട്ടുമില്ല. ഇല്ല. ഇപ്പൊ മിഥുനെ സംബന്ധിച്ച് എത്രയോ കാലമായിട്ട് സിനിമയുടെ ഭാഗം അതെ കൂടിയാണ്. അതെ അപ്പൊ അഭിനയത്തിൽ എന്റെ അഭിനയം ശരിയല്ല എന്നൊക്കെ പറയാറുണ്ടോ? എൻ്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയും ഇത് ശരിയല്ല, ഇത് ഈ മോഡുലേഷനിൽ പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ ചത്താപ്പച്ചലാണ് എന്നെ ഇൻട്രോ സീനിൽ ഞാൻ ഭയങ്കര സ്പീഡിലാണ് ഡയലോഗ് പറയുന്നത്. പൊതുവെ സംസാരത്തിന് എന്റെ സ്പീഡ് കൂടുതലാണ് എൻ്റെ സംസാരത്തിന്. അപ്പം ചത്താപ്പച്ചൽ ഇൻട്രോ സീനിൽ ഭയങ്കര സ്പീഡാണ് ഡയലോഗ്. അപ്പം മുഞ്ചേട്ടൻ പറഞ്ഞു നീ ഒരിക്കലും അങ്ങനെ സ്പീഡിൽ ഡയലോഗ് പറയരുത്, പതുക്കെ ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ വേണം പറയാൻ. അങ്ങനെയൊക്കെ ഫീഡ്ബാക്ക് പറഞ്ഞു തരുമായിരുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? ഐ മീൻ എത്രത്തോളം? അല്ല, ഇത് പടം കണ്ടു കഴിഞ്ഞിട്ടാ പറഞ്ഞേ, പടത്തിന് മുമ്പ്. അതാണ് പ്രശ്നമായത്, പടത്തിന് മുമ്പല്ല പറഞ്ഞത്. ഞാൻ വിചാരിച്ചു സെറ്റിൽ വന്ന അല്ലല്ല, സെറ്റിൽ മുഞ്ചേട്ടൻ വന്നിരുന്നു, 2 തവണ വന്നിരുന്നു. അന്നേരം ഒന്നും മീൻസ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ അങ്ങനെ? ഇല്ല, നീ നന്നായി ചെയ്തു. ഞാൻ സ്ലൈഡ് ടാപ്പ് ചെയ്യണ സീനൊക്കെ കണ്ടത്. അപ്പൊ നന്നായി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അമ്മയും മോളും ഉണ്ടായിരുന്നല്ലോ. അമ്മയും തൻവിയും ഫുൾ കൂടെ ഉണ്ടായിരുന്നു. തൻവി വെക്കേഷൻ ആയിരുന്നു. അവസാനം അവര് ഒരു കോർണറിൽ ഇരിക്കുക, ഇവര് എന്നിട്ട് ഫുഡ് വരും കഴിക്കും. അങ്ങനെയൊക്കെ ഒരു ഷീച്ചേട്ടന്നുണ്ട് സൗണ്ട് ഡിസൈനിലുള്ള ആളുണ്ടായിരുന്നു. അപ്പൊ ഇവർ 3 പേരാണ് ഒരുമിച്ചിരിക്കുക. അവസാനം ആ മൂലയ്ക്ക് പേര് അമ്മ മൂല എന്നായി. അത്രയും ഇരുന്നിരുന്നിരുന്നിരുന്ന് വേര് പിടിച്ചു. അങ്ങനത്തെ അല്ലേ, കാരണം ഇവർക്കൊന്നും ചെയ്യാല്ലോ, നമുക്കല്ലേ ഷൂട്ടുള്ളൂ. ഇവർക്ക് ഇവിടെ വെറുതെ ഇരിക്കുക, ഒന്നും കാണൂല, ക്യാമറയിൽ വരാൻ പാടില്ലല്ലോ ഇവര്. അപ്പൊ ഇവരിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അയ്യോ, പക്ഷെ എത്രത്തോളം സപ്പോർട്ടീവ് ആണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും കൂടുതലുള്ള ഒരു ലക്ക് കൂടിയായിട്ട് അത് കാണുന്നുണ്ട്. പിന്നെ എന്റെ ഭയങ്കര ഭാഗ്യാണ്. എനിക്ക് അമ്മയും തന്നിയൊക്കെ എന്റെ കൂടെ വന്ന് ചെയ്യാൻ പറ്റി. റോന്നിന്റെ സമയത്ത് തന്നിക്ക് എന്റെ കൂടെ വരാൻ പറ്റിണ്ടായിരുന്നില്ല. ഇതിപ്പോ തന്നെ വരില്ല എന്നാ പറഞ്ഞിരുന്നത്. ചത്താപ്പച്ചയ്ക്ക് എന്റെ കൂടെ വരുന്നില്ല, അമ്മ പോയി ചെയ്തിട്ട് പോവാ, ഞാനിവിടെ 1 month അളിച്ചു പൊളിക്കും, ഹാങ് ഔട്ട് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പോകുന്നതിന് തലേ ദിവസം ആയപ്പോഴോട് ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തപ്പോൾ പറഞ്ഞു അമ്മ പോവാണോ, ഞാനും വന്നാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ പറയാം അച്ഛനോട് ടിക്കറ്റ് എടുക്കാൻ, നീയും വാ. അങ്ങനെയാണ് അവളെ കൊണ്ടുപോയത്. അങ്ങനെയാണ് ഫുൾ ടൈം കൂടെ നിൽക്കുന്ന വലിയൊരു പിന്നെ റിലീഫ് നമുക്കും. പിന്നെ അവൾ ഈ നാടൻ ഫുഡ് ഒന്നും കഴിക്കണ വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ ഇവിടെ വളർന്ന കുട്ടി കൂടെ പാസ്ത, ലോബ്സ്റ്റർ ടെയില് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതും. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നാട്ടിൽ വന്നിട്ട് സെറ്റിലത്തെ ഫുഡ് നല്ല വൃത്തിയായിട്ടിരുന്ന് കഴിച്ചു. രസവും ചോറും ഫിഷ് ഫ്രൈയും തോരനൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു. തന്നെ പറയാ എനിക്ക് ആ സെറ്റിലത്തെ ഫുഡ് ഞാൻ ഇപ്പോഴും മിസ് ചെയ്യും അമ്മ എന്ന് പറയുന്നത്. യാത്രകൾ ഇഷ്ടമാണോ? യാത്രകളൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാറുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ കൊല്ലം ഇനിയിപ്പോൾ അവർക്ക് എക്സാംസ് ഒക്കെ ആയ കാരണം അത് കഴിഞ്ഞിട്ട് ഇനി ട്രാവലുള്ളൂ എന്തായാലും. പിന്നെ എനിക്ക് ഈ പാക്ക് ചെയ്ത് അൺപാക്ക് ചെയ്യുന്ന പരിപാടി മടിയായി, എനിക്ക് വയ്യാണ്ടായി ഇത് അൺപാക്ക് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു മിഥുൻ ഫ്രണ്ട് സർക്കിളിന്റെ കൂടെ പോകുന്ന ഒരാൾ കൂടിയാണല്ലോ. ഫാമിലി കുറച്ചായി തോന്നു പോയിട്ട്. തായ്ലൻഡിൽ പോയിരുന്നു. പിന്നെ ഇപ്പൊ ഇവരെല്ലാരും കൂടി ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്. അവരെല്ലാരും കൂടി പോകുന്നുണ്ട്. ലക്ഷ്മിക്കുണ്ടോ അടുത്ത യാത്ര? ഞാൻ ഒറ്റയ്ക്ക് പോകണൊന്നുമില്ല. സോളോ ട്രിപ്പ് ഞാൻ പണ്ട് പോയിട്ടുണ്ടായിരുന്നു 1 പ്രാവശ്യം, അല്ലാണ്ട് ഇപ്പൊ ഞാൻ പോവാറൊന്നുമില്ല. ഫോട്ടോകളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതും? ഇപ്പൊ യാത്രകളിൽ എപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യുന്നതും വീഡിയോസും കൂടിയാണല്ലോ. എങ്ങനെയാണ് പരസ്പരം തന്നെ എടുക്കുന്നതാണോ ഫോട്ടോസ്? ഞങ്ങൾ തന്നെ എടുക്കും. അല്ലെങ്കിൽ തനിക്ക് പിന്നെ ഫോട്ടോസിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. തന്നെ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. എല്ലാത്തിലും ഇങ്ങനെ മുഖം പൊത്തി ഇങ്ങനെയൊക്കെ നിൽക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ തന്നെ കൊണ്ട് എടുപ്പിക്കും. ഞങ്ങൾ പല പോസ്റ്റ് നിൽക്കുന്നു, തന്നെ ഈ ഫോട്ടോ എടുക്കുന്നു. ഞങ്ങളുടെ തല ഞങ്ങളുടെ ഫുൾ ഫിഗർ. അങ്ങനെയാണ്. തൻവി ക്രിറ്റിക് ആണോ അഭിനയത്തില്? സിനിമയുടെ അഭിനയത്തിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അഭിനയം. എന്റെ ഓരോ സീൻ കാണുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അമ്മ അമ്മ എന്ന് പറയും. ഭയങ്കര എൻതൂസിയസ് അവൾക്ക്. പക്ഷെ അതേസമയം ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിൽ പറയും you shouldn't have posted that, that's so cringe എന്നൊക്കെ പറയുന്നിടത്ത്. അപ്പൊ ഞാൻ പറയും 6-7 എന്ന് പറയും. അപ്പൊ തന്നെ പറയും ദൈവത്തെ ഓർത്ത് ഇത് എവിടെ പോയി കാണിക്കരുത്, എന്നെ നാണം കെടുത്തത്, യു ആർ എംബാരസിങ് മീ. 6-7 എന്ന് പറഞ്ഞാൽ മറ്റേ ജെൻസി സ്ലാങ് ആണ്, പുതിയത് ഇപ്പൊ പുതിയ സാധനമാണ്. അപ്പൊ പറയരുത് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അപ്പൊ ഇവളുടെ സ്കൂളിലേക്ക് ഞങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു വരരുത്, എന്റെ സ്കൂളിലേക്ക് വരരുത്, നിങ്ങൾ വരരുത്, എന്നെ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കും. ആരോടും പറയില്ല. ഇങ്ങനെ ഇപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കണെങ്കിൽ ആ ലക്ഷ്മിയുടെ മോളല്ലേ, നോ 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 അല്ല അല്ല അല്ല, അങ്ങനത്തെ ഒരു കൊച്ച പറയേയില്ല. ഞാൻ പറയാം നിനക്ക് മോശമാണോ, ഞാൻ നിന്റെ എൻ്റെ
അല്ല അതുകൊണ്ടല്ല, അവർ എന്നെ അറിഞ്ഞ് അങ്ങനെ അറിയാണ്ട് വെച്ചിട്ടാണ്. അമ്മയ്ക്ക് കുറച്ച് സൗന്ദര്യം കൂടി പോയത് തന്നെ ബുദ്ധിമുട്ടാണോ ചോദിച്ചൂടാ? അത് സമ്മതിച്ചില്ല. അവള് പറയും എനിക്കാണ് ഏറ്റവും ഭംഗി, ഞാൻ എന്നെ കാണാനാണ് ഭംഗി, അമ്മയിടയ്ക്ക് എൻ്റെ മുഖഛായ ആയതുകൊണ്ട് ഇത്തിരി ഭംഗി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണ്, തിരിച്ചാണ്. നമ്മൾ നേരത്തെ അവിടെ ഇരുന്നപ്പോ പറഞ്ഞു കൗമാരക്കാരികളായ മക്കളുണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും ഉള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സ് ടീനേജേഴ്സ് ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സും ഷെയർ ചെയ്യാം, ഷൂസ് ഷെയർ ചെയ്യാം, മേക്കപ്പ് ഷെയർ ചെയ്യാം. പക്ഷെ ഇതിനൊക്കെ അവർ കൂടി സമ്മതിക്കണം. അവർക്ക് അങ്ങനെ കുഴപ്പമില്ല, ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്, ഷെയർ ചെയ്ത് തരും. പിന്നെ എൻ്റെ മുടിയൊക്കെ ചെയ്തു തരും, ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു തരും, കേൾ ചെയ്ത് തരും, സ്ട്രൈറ്റൻ ചെയ്ത് തരും. എന്നോട് പറയും ഇവിടെ ചെയ്ത് ശരിയായിട്ടില്ല കേട്ടോ അമ്മ, ഇത് ശരി ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയും. നല്ല മൂഡിലാവണം എന്ന് മാത്രം. ഈ മൂഡ് എപ്പോഴും കറക്റ്റ് ആവില്ല. ഈ ഡിന്നേഴ്സിന്റെ ഒരു പ്രശ്നം അത് മാത്രമേ ഉള്ളൂ. മൂഡ് നല്ല മൂഡിൽ ഓക്കെ ആണെങ്കിൽ എല്ലാം ചില്ലാണ്, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. ഞാൻ അതിനിടയിൽ ചോദിക്കാൻ വന്നത് ഒരു കാര്യം, നമ്മൾ ഡിപ്രഷനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ള ലക്ഷ്മിയുടെ തന്നെ ഒരു ഇത്. അപ്പോൾ എനിക്ക് ഏറ്റവും പോസിറ്റീവായി തോന്നിയ ഒരു കാര്യം, നമുക്ക് കൂടെ നിൽക്കാൻ പിന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ. എങ്ങനെയായിരുന്നു ആ ഒരു കാലം ഓർത്തെടുക്കുന്നത്? ഇപ്പോഴും എന്താണ് അതിനെ കുറിച്ച്? ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഇപ്പോഴും കൂടി ഇന്നലെയും കൂടി എനിക്ക് 2 പേര് മെസ്സേജ് അയച്ചുള്ളൂ, ഇങ്ങനെ ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ആ മരുന്ന് കഴിക്കാൻ പാടുമോ എന്നൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ ആ പോയ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമാണ്. ഞാൻ ഐപാഡൊക്കെ എടുത്ത് പൊട്ടിക്കുക, എറിഞ്ഞ് പൊട്ടിക്കുക ഞാൻ. അപ്പം പെർഫ്യൂം ബോട്ടിൽസ് എറിഞ്ഞ് പൊട്ടിക്കുക. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല, എൻ്റെ ഉള്ളിൽ എന്തോ ഒരു മോൺസ്റ്റർ ഒക്കെ ഉള്ള പോലെ. എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഐ കാൻ പോയിന്റ് ഔട്ട് എന്ന സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബിനു എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് സംസാരിച്ച ബിനുവിനോട് നമുക്കൊന്ന് ക്ലിനിക്കിൽ കണ്ടാലോ അങ്ങനെ ചോദിച്ചു. അങ്ങനെ എനിക്ക് മനസ്സിലായി എന്തോ എനിക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലായി. ഫിഗർ ഔട്ട് ചെയ്ത് നമ്മൾ അവിടെ പോയി ക്ലിനിക്കൽ ഡയഗ്നോസിസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ക്ലിനിക്കൽ ഡിപ്രഷനും പിന്നെന്തോ വേറെന്തോ ബോർഡർ ലൈൻ എന്തോ ഒരു സാധനമുണ്ട്, അതുകൊണ്ട് എന്ന് മനസ്സിലായി. അപ്പം പിന്നെ കറക്റ്റായിട്ട് മരുന്ന് എടുത്തു തുടങ്ങി. പിന്നെ ഈ മരുന്ന് എടുക്കുമ്പോൾ നമുക്ക് തോന്നും, കുറച്ച് കാലം എടുത്തു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം ഞാൻ എല്ലാം ഓക്കെ ആയല്ലോ, ഇനി മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഒരു 2 വീക്സ് എടുക്കാണ്ടിരിക്കും. എനിക്ക് ഹാലൂസിനേഷൻസ് വന്നു തുടങ്ങി. അതായത് ഓഡിറ്ററി ഹാലൂസിനേഷൻ. എനിക്ക് ഈ നമുക്ക് ജിന്നെ കാണാൻ കേൾക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഫീലിംഗ് ഒക്കെ വന്നു എനിക്ക്. അപ്പം എനിക്ക് ഭയങ്കര പേടി. പിന്നെ ഞാൻ ആദ്യം മിനിയുടെ അടുത്ത് പോയി കണ്ടു, ആദ്യം മരുന്ന് റിവേഴ്സ് ചെയ്ത് എല്ലാം ഡോസ് ഇതാക്കി. ഭയങ്കര അത് നമുക്കത് അതിൽ കൂടെ പോയവർക്കേ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. ആൾക്കാർ പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ്, ഇതിപ്പോൾ എന്താ അത്ര വലിയ സംഭവമായിട്ടുള്ള സംഭവം അല്ല. അത് നമുക്കൊരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്ക് നമ്മൾ വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അവസ്ഥയാണ്. നമുക്ക് നമ്മൾ തന്നെ സെൽഫ് ഹാം ചെയ്യാൻ തോന്നും. അതായത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല. ബോഡിയിൽ നമ്മൾ പെയിൻ വരുത്തിയാലും ആ വേദന മാറട്ടെ എന്ന് നമുക്ക് തോന്നും. അത്രയും ഒരു വിഷമമായിട്ടുള്ള ഘട്ടത്തിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മെഡിക്കേഷൻ കറക്റ്റായിട്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. ഇപ്പോഴും ഒരു ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഡൗൺ ആയി തുടങ്ങുക. അപ്പോൾ ഡൗൺ ആയി തുടങ്ങും. അപ്പോഴേക്കും മുൻചേട്ടൻ പിന്നെ ഓഫീസിൽ വന്ന് മുൻചേട്ടൻ വീട്ടിലുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല, എന്നെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ കേട്ട് സിനിമ കണ്ട് അങ്ങനെ മൂഡ് മാറും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഇരിക്കണമെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ഡൗൺ ആയിട്ട് പോയി പിന്നെ അമ്മയെ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബിനുവിനെ വിളിക്കേണ്ടി ഡോക്ടറിനെ വിളിക്കേണ്ടി വരും. അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ മൂഡ് സ്വിങ്സ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ എന്നുള്ള വേർഡ് തന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ആ ഒരു ടാബ് മാറിയിട്ടുണ്ട്. പക്ഷേ പലർക്കും ഇത് പണിയൊന്നും ഇല്ലാത്തവർക്ക് തോന്നുന്നതാണ് കമന്റുകൾ. അല്ല ഇന്നാളെ ആരോ ഏതൊരു ഫിലിം സ്റ്റാറോ ആരാണ്ട് പറഞ്ഞായിരുന്നു, ഫുൾ ടൈം പണിയിൽ ഇരുന്നാൽ ഈ പ്രശ്നം വരില്ല, പണിയിലിരിക്കാത്തോണ്ടാണ്, പണിയൊന്നും എടുക്കാത്തോണ്ടാണ് പണിയില്ലാത്തവർക്ക് വരുന്നതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു. അത് വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതിൽ കൂടുതലൊന്നും പറയാനില്ല, കാരണം അനുഭവിച്ചവർക്ക് മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആളുകൾക്ക് അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. അപ്പം നമ്മൾ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ മെഡിക്കേഷനിലേക്ക് പോകണം എന്നുള്ളൊരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവുക എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനമല്ല. അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചോട്ട് മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ.
അത് നമുക്ക് മരുന്നെടുത്ത് തരാനും അല്ലെങ്കിൽ എനിക്ക് മരുന്നെടുത്ത് തരുന്നതും വേണ്ട എനിക്ക്, പക്ഷെ ഞാൻ ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് മനസ്സിലാക്കി നമ്മളെ ചീറപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ദേഷ്യത്തിൽ എറിഞ്ഞ് പൊട്ടിച്ച് ചെയ്യാൻ അത് അവളുടെ അസുഖമാണ്, അവളല്ല ചെയ്യുന്നത്, അവളുടെ അസുഖമാണ് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല ഇപ്പൊ മൂഡ് സ്വിങ്സ്, ഓക്കെ അമ്മയുടെ മൂഡ് ശരിയല്ല അല്ലെങ്കിൽ തന്നെ അവൾ- പറയും, ആ, തന്നെ ആ, പറയും, അത് തന്നെ. അച്ഛാ ഇന്ന് അമ്മ അത്ര ശരിയല്ല, എന്തെങ്കിലും ഭക്ഷണം എങ്ങാനും വാങ്ങിച്ചു കൊടുക്കൂ, വേഗം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കൂ എന്നൊക്കെ പറയും. അവള് അത്രയും കോപ്പറേറ്റീവ് ആയിട്ടൊരു ചൈൽഡാണ്. എനിക്ക് തോന്നുന്നു ഈ പുതിയ ജനറേഷനിൽ ഇപ്പൊ 16-17 വയസ്സായുള്ള പിന്നെ അവള് സൈക്കോളജിയാണ് പഠിക്കുന്നത്, പഠിക്കുന്നതല്ലേ? അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് അവൾക്ക് ആ ഒരു അറിയാൻ ഇപ്പൊ കുറച്ചുകൂടി കൂടി മനസ്സിലാക്കി തുടങ്ങി എന്റെ സിറ്റുവേഷൻ. പണ്ട് ഇത്ര മനസ്സിലായില്ലേ, ഇപ്പൊ അവള് പറയും എനിക്ക് ഇപ്പൊ അറിയാം അമ്മ എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത, അമ്മ അന്ന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ, ഇപ്പൊ എനിക്ക് മനസ്സിലാവണ്ടെന്ന് പറയും. മാത്രല്ല എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻ തന്നെ കുറച്ചുകൂടി ഈ മൂഡ് സ്വിങ്സിനെ കുറിച്ച് അല്ല, അവര് കുറച്ചുകൂടി ഓപ്പൺ ആണ് ഇതിനെ കുറിച്ചാണെങ്കിലും, അവരുടെ ഐഡന്റിറ്റി ആണെങ്കിലും, അവരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണെങ്കിലും എല്ലാത്തിനും കുറച്ച് കൂടുതൽ അവെയർ ആണ് അവര്. ഈ ദുബായ് എന്നുള്ളത് നമ്മളെ സ്വന്തം വീട് പോലെ തന്നെയാണ്. എന്താണ് ദുബായിയെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും കാലത്തൊരു ലൈഫില്? ദുബായ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു ഫ്രീഡം, നമുക്ക് തരുന്ന ഒരു സെക്യൂരിറ്റി, ആ ഒരു സേഫ്റ്റി, അത് നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോലും കിട്ടില്ല. നമ്മൾ വേറെ എവിടെയൊക്കെ യാത്ര പോയി കഴിഞ്ഞു വന്നാലും ഇവിടെ എത്തുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിലെത്തുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് എവിടെ ഇല്ല. പിന്നെ നമ്മൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാല്, ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാല്, ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് വിയന്നയിലാണോ നമ്മൾ പോയ സമയത്ത് രാത്രി നമുക്ക് വിശുദ്ധേ ഒന്നുമില്ല, ഒരു കട പോലും ഇല്ല, കട തുറക്കാൻ അവർക്ക് താല്പര്യം, അവർക്ക് വർക്ക് ചെയ്തൊന്നും വേണ്ട. അതേസമയം നമ്മുടെ ദുബായിൽ കാരാമ പോയി രാത്രി കഞ്ഞി കിട്ടും, കഞ്ഞിയും പയറും കിട്ടും, എല്ലതും കിട്ടും. എല്ലാം ഞാൻ പറയാ, നമുക്ക് എന്ത് വേണോ എന്തും കിട്ടും ദുബായിൽ. അതാണ് ദുബായിയുടെ ഒരു വൈബ്. അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടുനിൽക്കാന്ന് പോലും തോന്നില്ല. കാരണം കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭക്ഷണം ഇവിടെ കിട്ടും കരാമയില്, ഇല്ലേ? പിന്നെ ഉറപ്പായിട്ടും ഈ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഒരു ഡിഫറെന്റ് ആണ്. പിന്നെ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാം, എങ്കിൽ പോലും നമ്മള് ഒന്ന് അല്ല, നമുക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, ഗ്രോസറി വാങ്ങാനൊന്നും ഞാനൊന്നും പോവില്ല. അപ്പൊ ഞാൻ എല്ലാം ഇൻസ്റ്റ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാനുള്ള സാധനം, കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇൻസ്റ്റ ഷോപ്പിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു വെക്കും. അതിന് പോകണ്ട, ഇപ്പൊ ഡ്രസ്സ് വാങ്ങിക്കാം പുറത്ത് പോകണ്ട, ഓൺലൈൻ വാങ്ങിച്ചാൽ മതി. ഞാൻ മോളിലൊന്നും പോകാറേ ഇല്ല. അപ്പൊ തന്നെ വരും, ഈ അമ്മയ്ക്ക് നടക്കാൻ എന്ത് മടിയെന്ന് പറയും, ഒരു 70 വയസ്സുള്ള ആൾക്കാരുടെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറയും. എനിക്ക് വയ്യ, എനിക്ക് മോളിലൊന്നും പോയി നടക്കാനൊന്നും വയ്യ, ഒക്കെ നമുക്ക് ഈ മൊബൈലിൽ നിന്ന് വാങ്ങിക്കെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയി വാങ്ങേണ്ട കാര്യമുണ്ടോ? പക്ഷെ നമ്മളൊന്ന് ഡൗൺ ആവുമ്പോ നമ്മളൊന്ന് പുറത്തിറങ്ങിയ അത്രയും ഫ്രഷ് ആയിട്ട് വരും. അത് ശരിയാ, വളരെ സത്യമാണ്. നമ്മള് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ഒരു കഫേ പോയിട്ട് കോഫി കുടിച്ചിട്ട് വരികയെ, എന്തെങ്കിലും ഒന്ന് വെറുതെ നടന്നിട്ട് വരിക. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നല്ലോണം നടക്കാൻ സ്ഥലമുണ്ട്, അവിടെയൊക്കെ നടന്നിട്ട് വന്നാൽ മതി. പക്ഷെ നമുക്ക് തോന്നില്ല, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, ബെഡിൽ നിന്ന് ഇരിക്കാൻ തോന്നില്ല. വളരെ നമ്മളങ്ങ് ചുരുങ്ങി പോവും, നമ്മളല്ലാണ്ടായി പോവും. നമ്മുടെ ആ ചിരി കളി ഒന്നും ഇല്ലാണ്ട് നമ്മള് വേറൊരാളായി പോവും. ഇപ്പം നേരത്തെ മിഥുന്റെ ഫാദറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ലക്ഷ്മിക്ക് അത്ര ഓർമ്മകളില്ലാന്ന് അറിയാം. അത്രയൊന്നല്ല, എനിക്ക് വലിയ ഓർമ്മയില്ല, ഞാൻ ആകെ ഒരു തവണ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് മിഥുന്റെ ഫാമിലിയിലേക്ക് വന്നപ്പം എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തത്? അല്ല, ഞാൻ വന്നപ്പോഴും മുൻചാണ്ട് അച്ഛൻ ഉണ്ടായിരുന്നില്ലായിരുന്നു, പക്ഷെ അവര് വലിയൊരു കൂട്ടുകുടുംബാണ്, വലിയ കൂട്ടുകുടുംബാണ്. സംബന്ധിച്ച് അമ്മയാണല്ലോ. അതെ. അവരെല്ലാരും കസിൻസ് ഒക്കെ ആയിട്ട്. ഇപ്പൊ ഇന്നാള് മുൻചാണ്ട് ഞങ്ങളുടെ തൻവിയുടെ കസിൻ വന്നേ ഉള്ളൂ, അവള് വലിയ കുട്ടി, ചെറുപ്പം തൊട്ട് എനിക്ക് അറിയുന്നതാണ്. അപ്പൊ ഇപ്പൊ വലിയ പെൺകുട്ടി, അതെ, ഇപ്പൊ ജോബൊക്കെ ചെയ്തു തുടങ്ങി, നമ്മുടെ ഒരുമിച്ച് നമ്മള് പേ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലായി. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ, നമ്മള് കുഞ്ഞിതായിട്ടുള്ള കണ്ട പിള്ളേരുടെ കല്യാണം എത്താറായി. അതൊക്കെ ഭയങ്കര ഫാമിലിയിലേക്ക് വന്നപ്പോ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? വലിയൊരു ഫാമിലിയിലേക്ക് വരുന്നു, അത് നമുക്ക് ഒരു നമ്മുടെ വീട്ടിലത്തെ പോലെ ആയിരിക്കില്ല മറ്റൊരു വീട്ടിൽ എവിടെ ആയാലും. അപ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു 7 years അത്രയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലോണം സമയം എടുത്തിട്ട് തന്നെയാണ് ഞാൻ മുൻചാട്ട അമ്മയെ മനസ്സിലാക്കിയതും മുൻചാട്ട അമ്മ എന്നെ മനസ്സിലാക്കിയതും അത്രയും സമയം എടുത്തിട്ടാണ് അത് മനസ്സിലായത്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഹായ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരിക്കലും അല്ല, അങ്ങനെ ഒരിക്കലും അല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കിയിട്ട് സമയമെടുത്ത് വന്നൊരു കാര്യമാണ്. പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ഇനി എന്താണ് ഒരു ഡ്രീം
എന്നുള്ളത്? ഇപ്പൊ ലക്ഷ്മി എനിക്കങ്ങനെ വലിയ ഡ്രീമൊന്നുമുള്ള കൂട്ടത്തിലല്ല. ഞാൻ എന്താണെന്നറിയോ, ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഡ്രീംസും അംബിഷൻസും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡിൽ ഇരുന്ന് നെറ്റ്ഫ്ലിക്സ് കാണുന്നതൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് എനിക്കങ്ങനെ വലിയൊരു ഡ്രീമൊന്നുമില്ല. എനിക്ക് ഇനിയിപ്പോൾ ഉള്ള അംബിഷൻ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തൻവിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവൾ നല്ല നിലയിലെത്തണം, അവൾ നന്നായി കാണണം. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് ആരോഗ്യത്തോടു കൂടെ ഒക്കെ ഇരിക്കണം. അതൊക്കെ ഉള്ളൊരു പ്രാർത്ഥന, വേറെ പ്രാർത്ഥന. പക്ഷെ എനിക്ക് തോന്നുന്നു തൻവിക്കും മിഥുനും ലക്ഷ്മി കൂടുതൽ സിനിമയിൽ സജീവമാണെന്ന് ആഗ്രഹമുണ്ടോ? മുൻചേട്ടൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എന്നെ പണിക്ക് വിട്ടിട്ട് മുൻചേട്ടൻ വെറുതെ ഇരിക്കണം എന്നുള്ളതാണ് മുൻചേട്ടൻ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് മുൻചേട്ടൻ ആഗ്രഹം. എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അതൊരു സാഡിസമാണത്. അങ്ങനെ ആഗ്രഹം പാടില്ല, അങ്ങനെ ആഗ്രഹമുണ്ട്. അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സിനിമയിൽ സജീവമാവുന്നു എന്നുള്ള അങ്ങനെ എനിക്ക് സജീവമാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയോ, എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ തൻവിയുടെ കാര്യം, അത് മുഴുവൻ മാനേജ് ചെയ്യുന്നത് ഞാനാ. അപ്പൊ എനിക്ക് അത് വിട്ടിട്ട് പോയി നിന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ അത്രയും വേർത്ത് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അങ്ങനെ എണ്ണം കിട്ടിയാലേ ഇനി ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു പ്രൊജക്റ്റിലേക്കാണ്. ഇപ്പൊ ഒരു പ്രോജക്റ്റിൽ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അതിനെ കുറിച്ച് കൂടുതൽ പുറത്തു വിടാറായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് റീലുകൾ ചെയ്ത് നമുക്കൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി ലക്ഷ്മിയെ കാണണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം റിയൽ ലൈഫും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ലക്ഷ്മിയെ നമ്മൾ റീലിലൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സംസാരിച്ചപ്പോൾ അതേ ഒരു വൈബ് വരുന്നുണ്ട്, ഉറപ്പായിട്ടും വരുന്നുണ്ട്. അതെന്താ അറിയോ, അത് നമ്മൾ ഈ ക്ലോസ്ഡ് ഒരു റൂമിൽ നിന്ന് നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. പക്ഷെ ഒരു ക്രൗഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ കൈയും കാലൊക്കെ വർക്ക്, പേടിയോ എന്താ പറയണെന്ന് എനിക്കറിയില്ല, ഡൗട്ടോ. ഓക്കെ, പക്ഷെ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയട്ടെ. ഒരുപാട് നല്ല സിനിമകൾ തേടി വരട്ടെ. പേഴ്സണലി പറയുകയാണെങ്കിൽ കൂടി എനിക്കും ആഗ്രഹമുണ്ട് ലക്ഷ്മി കൂടുതൽ സിനിമകളിലൊക്കെ സജീവമായിട്ട് റോമിലെ സലോമിയെ പോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വരട്ടെ. ഷായിച്ചാട്ടാ കേൾക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഒരു സജീവമാവട്ടെ എല്ലാ സ്വപ്നങ്ങളും. ഇപ്പം തന്മയെക്കുറിച്ച് പറഞ്ഞതും എല്ലാവരും ആയുരാരോഗ്യത്തോടെ തന്നെ ഇരിക്കട്ടെ. അമ്മയോട് പ്രത്യേക അന്വേഷണം പറയാം. തീർച്ചയായിട്ടും. താങ്ക് യു ജസ്റ്റ്, താങ്ക് യു. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു.